നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ത്യയിലേക്ക് ബ്രസീൽ വരുന്നത് നന്ദി പറയാനാണ്, കളിക്കാനാണ്, ഒപ്പം നന്ദി പറയാനും കൂടിയാണ് എന്ന് റോഡ്രിഗോ കെയ്റ്റാനോ പറയുന്നു. ആരാ റോഡ്രിഗോ കെയ്റ്റാനോ? ബ്രസീൽ ടീമിനെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയാം. ബ്രസീലിൻ്റെ കോർഡിനേറ്ററാണ്, മെൻസ് ടീമിൻ്റെ കോർഡിനേറ്ററാണ് റോഡ്രിഗോ കെയ്റ്റാനോ. ഇന്ത്യയും ബ്രസീലും തമ്മിലുള്ള മത്സരം നടക്കുന്നു. ഒക്ടോബർ 3 നമ്മളൊക്കെ കാത്തിരിക്കുകയാണ്. നമ്മുടെ ചുണക്കുട്ടികൾ ബ്ലൂ ടൈഗേഴ്സ് എങ്ങനെ ലോകത്തെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നിനെ നേരിടുന്നു എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ട ഒരു ടെസ്റ്റാണത്. ഇന്ത്യ ബ്രസീൽ മത്സരത്തിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു, എങ്ങനെയായിരിക്കും ഇന്ത്യൻ ടീം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നമുക്ക് ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ട് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച ഒരു കാര്യങ്ങൾ വിശദീകരിക്കാൻ പറ്റിയ ഒരാൾ എന്ന നിലയ്ക്ക് നമ്മൾ ഹബീബ് അഷ്റഫുമായിട്ട് കൊളാബറേറ്റ് ചെയ്ത് ഒരു പോഡ്കാസ്റ്റ് വീഡിയോ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയും ഉടൻ തന്നെ. അപ്പോൾ അതിൽ നമുക്ക് ഈ കളിയുടെ രീതിയും കാര്യങ്ങളൊക്കെ ഒന്നുകൂടി വ്യക്തത വരും. ഏതായാലും ഇപ്പോൾ നോക്കുക, റോഡ്രിഗോ കെയ്റ്റാനോ പറഞ്ഞ വാക്കുകൾ മാർക്കസ് ബർഹുലാവോ ടൈംസ് ഓഫ് ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റോഡ്രിഗോ കെയ്റ്റാനോ പറയുന്നു, ഇന്ത്യക്കെതിരെ മത്സരം വരുമ്പോൾ സ്വാഭാവികമായിട്ടും പരിഗണിക്കേണ്ടതായ ചില ടെക്നിക്കൽ ആസ്പെക്റ്റുകളുണ്ട്. അത് ശരിയാണ്, സാങ്കേതിക വശങ്ങളുണ്ട്. പക്ഷേ അതിനേക്കാളപ്പുറം ഒരു ഗ്രേറ്റ് ഡീലായിട്ട് വരുന്ന ഗ്രാറ്റിറ്റ്യൂഡാണ്, ഒരു നന്ദി പ്രകാശനമാണ്. കാരണം ഫിഫ വേൾഡ് കപ്പിൻ്റെ സമയത്തൊക്കെ ബ്രസീലിയൻ ദേശീയ ടീമിനോട് വലിയ സ്നേഹമാണ് ഇന്ത്യൻ ആരാധകർ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അവരോടുള്ള ഒരു നന്ദിയും കൂടി ഇതിലുണ്ട്. അതിനാൽ നന്ദി പറയാനും ഒപ്പം മികച്ചൊരു മത്സരം കാഴ്ചവെക്കാനുമായി ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നു എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് ഇറ്റ്സ് ഓൺലി fair that we go there as a way of saying thank you and also have a great contest എന്നാണിപ്പോൾ റോഡ്രിഗോ കെയ്റ്റാനോ പറയുന്നത്. എന്തായാലും ഇന്ത്യൻ ആരാധകർ അവരോട് കാണിക്കുന്ന സ്നേഹം നമുക്കറിയാം. ബ്രസീലിന് പുറത്ത് ഏറ്റവും വലിയ ബ്രസീലിയൻ ഫാൻ ബേസ് ഉള്ളത് ഇന്ത്യയിലാണെന്നാണ് CBF എന്ന സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ആരാധകർ ബ്രസീലിനോട് കാണിക്കുന്ന സ്നേഹം അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗം കൂടിയായിട്ടാണ് ഇന്ത്യയിലേക്കുള്ള ഈ ഒരു വിസിറ്റ്. ഏതായാലും ഒക്ടോബർ 3 മത്സരം പൊടിപൊടിക്കട്ടെ, മികച്ച രൂപത്തിലൊരു പോരാട്ടം കാഴ്ചവെക്കാൻ നമ്മുടെ കുട്ടികൾക്കും ആവട്ടെ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.